നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഒരു ഷെഫായി ജീവിതം ആരംഭിച്ച ടെന്നീസിലെ കിങ് ആയി മാറിയ യാനിക് സിന്നർ എന്ന 22 വയസ്സുകാരൻ ടെന്നീസിലെ വമ്പന്മാർക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഗ്രാൻഡ് സ്ലാം എന്ന കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ സെമിയിൽ ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചിനെ വീഴ്ത്തിയ ശേഷം യാനിക് സിന്നർ 2000-ന് ശേഷം ജനിച്ച താരങ്ങളിൽ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ താരമായി മാറി. 2 സെറ്റുകൾ പിന്നിട്ട് നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടത്തിൽ മുത്തമിട്ടതും ഇറ്റാലിയൻ താരമാണ്. കടുത്ത പോരാട്ടത്തിനൊടുക്കം റഷ്യയുടെ ഡാനിയൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തിയാണ് 22 വയസ്സുകാരനായ സിന്നർ ജേതാവായത്. ആദ്യ 2 സെറ്റുകൾ നഷ്ടമായ സിന്നറിന്റെ ശക്തമായ തിരിച്ചുവരവാണ് മെൽബൺ റോഡ് ലോവർ അരീന സാക്ഷ്യം വഹിച്ചത്. ഒടുക്കം 5-ാം സെറ്റും സ്വന്തമാക്കിയ സിന്നർ കരിയറിലെ ആദ്യ ഗ്രാൻഡ് സ്ലാമും നേടി. സ്കോർ നില 3-6, 3-6, 6-4, 6-4, 6-3. ആദ്യ 2 സെറ്റുകൾ നഷ്ടമായ സിന്നർ 3ഉം 4ഉം സെറ്റുകൾ ജയിച്ച് വാശിയുടെ മത്സരത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. മത്സരത്തിലെ വിജയിയെ തീരുമാനിക്കുന്നതിനുള്ള അവസാന സെറ്റിൽ 6-3-നായിരുന്നു സിന്നറുടെ വിജയം. ആദ്യമായാണ് സിന്നർ ഗ്രാൻഡ് സ്ലാം ഫൈനൽ എത്തുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ താരം കൂടിയായി മാറി. സെമിയിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചായിരുന്നു സിന്നറുടെ ഫൈനൽ പ്രവേശം. മെൽബണിലെ കലാശപ്പോരിൽ ആദ്യ സെറ്റുകളിൽ തന്നെ മെദ്വദേവ് മികച്ച പോരാട്ടം കാഴ്ചവെച്ചു. ആദ്യ സെറ്റ് 6-3-ന് സ്വന്തമാക്കിയ മെദ്വദേവ് 2-ാം സെറ്റിലും അതേ പ്രകടനം തുടർന്നു. 2-ാം സെറ്റും 6-3-ന് സ്വന്തമാക്കി. മെദ്വദേവ് അനായാസം കിരീടം നേടുമെന്ന് തോന്നിച്ചെങ്കിലും സിന്നർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീടുള്ള സെറ്റുകളിൽ സിന്നർ മികവോടെ റാക്കറ്റ് ഏന്തി. 3-ാം സെറ്റിൽ മെദ്വദേവിന്റെ സർവ് ഭേദിച്ച മുന്നേറിയ താരം മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. 6-4 എന്ന സ്കോറിനാണ് സെറ്റ് നേടിയത്. 2-ാം സെറ്റും ഇറ്റാലിയൻ താരം വിട്ടുകൊടുത്തില്ല. 6-4-ന് തന്നെ സെറ്റ് സ്വന്തമാക്കി. അതോടെ മത്സരം 5-ാം സെറ്റിലേക്ക് നീണ്ടു. തോൽവിയുടെ വക്കിൽ നിന്നും അതിശക്തമായി തിരിച്ചു വന്ന സിന്നർ പോരാട്ടം തുടർന്നതോടെ മെദ്വദേവിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. 6-3-ന് 5-ാം സെറ്റും കന്നി ഗ്രാൻഡ് സ്ലാം കിരീടവും സിന്നർ അങ്ങനെ സ്വന്തമാക്കി. 25-ാം ഗ്രാൻഡ് സ്ലാം ലക്ഷ്യമിട്ടെത്തിയ ജോക്കോവിച്ചിനെ സെമിയിൽ നിന്നും സിന്നർ തളച്ചത് മികച്ച സ്കോറിലായിരുന്നു. ആദ്യ 2 സെറ്റുകളും സിന്നർ അനായാസം നേടിയെങ്കിലും 3-ാം സെറ്റിൽ ജോക്കോവിച്ച് തിരിച്ചടിച്ചു. എന്നാൽ 4-ാം സെറ്റിൽ ജോക്കോവിയെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതെ സിന്നർ ജയിച്ചു കയറുകയായിരുന്നു. യാനിക് സിന്നർ എന്ന പേര് ടെന്നീസ് പ്രേമികൾക്കിടയിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. 2020 ഫ്രഞ്ച് ഓപ്പൺ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയതാണ് സിന്നർ ആദ്യമായി വാർത്തകളിൽ ഇടം നേടിയത്. കളിമൺ കോർട്ടിൽ താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഇത്. 2022-ലെ US ഓപ്പണിലും താരം അവസാന 8-ലെത്തി. 2023-ലെ വിംബിൾഡൺ സെമി ഫൈനൽ കളിച്ച താരം കൂടിയാണ് സിന്നർ. 2001 ഓഗസ്റ്റിൽ ഇറ്റലിയിലെ ഇനിച്ചേനിലാണ് സിന്നറിന്റെ ജനനം. പിതാവ് യോഹാൻ സിന്നർ ഇറ്റലിയിലെ ഒരു ഹോട്ടലിൽ ഷെഫായിരുന്നു. ഇതേ ഹോട്ടലിലെ വൈസ്രോയി ആയിരുന്നു മാതാവും. സ്കൂൾ കാലത്ത് ടെന്നീസിന് പുറമെ ഫുട്ബോൾ, നീന്തൽ, സ്കേറ്റിംഗ് എന്നിവയിലും സിന്നർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സ്കേറ്റിംഗിൽ ഇറ്റലിയിൽ ദേശീയ ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടുമുണ്ട് സിന്നർ. പിതാവിന്റെ നിർബന്ധത്തിലാണ് താരം പിന്നീട് ടെന്നീസ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. റിക്കോർഡ് പിയറ്റി, മാസിമോ സർട്ടോരി എന്നിവർക്ക് കീഴിലായിരുന്നു സിന്നറുടെ ടെന്നീസ് പരിശീലനം. 2019 നെക്സ്റ്റ് ജനറേഷൻ ATP ഫൈനൽസ് ജയിച്ചതാണ് കരിയറിലെ ആദ്യ നേട്ടം. കഴിഞ്ഞ വർഷം കനേഡിയൻ ഓപ്പൺ വിജയിച്ച താരം ATP ഫൈനലിലെത്തിയെങ്കിലും നൊവാക് ജോക്കോവിച്ചിന് മുന്നിൽ അടിപതറുകയായിരുന്നു. എന്നാൽ ഇത്തവണ ജോക്കോവിച്ചിന് അടിപതറിച്ചത് ഈ 22 വയസ്സുകാരനും.